ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വെള്ളിയാഴ്ച, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഡേ ആയിരുന്നു കേട്ടോ. അതായത് വേറൊന്നുമല്ല, ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരൊറ്റ ഇരിപ്പ് ഇരുന്നിട്ട് ശരിക്കും വയ്യാണ്ടായ ഒരു ദിവസം, അങ്ങനെ തന്നെ പറയാം. അപ്പം നേരെ വെളുത്തു. ഇപ്പോൾ ചാക്കോച്ചനാണ് ഫസ്റ്റ് എണീറ്റ് വരുന്ന ആൾ കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവൻ്റെ എന്താ പറയുക, ഇപ്പോൾ അധിക ഭാഗം താഴെയാണ് അവൻ ഇപ്പോൾ ഉള്ളത്. ഉച്ച വരെ ഒരു 2 മണി വരെയൊക്കെ ഞങ്ങളിവിടെ അമ്മാമ്മയും മോനും കൂടിയിട്ടുള്ള കളിയും ചിരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ കുറേ പേര് പറയും അധിക ഭാഗം കാണുന്നത് ചാക്കോച്ചനെയാണ്. അങ്ങനെ ചാക്കോച്ചൻ്റെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചിരിച്ച് അവൻ്റെ കഴുത്തൊക്കെ ഉറച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1-2 പേര് എന്നോട് പറഞ്ഞു ഒരു കറുത്ത പൊട്ട് ഇടിയിച്ചോളൂ എന്ന്. അപ്പോൾ അവൻ്റെ കയ്യും ഇങ്ങനെ കരിമണി ഇട്ടത് കൊണ്ടാണ് അങ്ങനെ കറുത്ത പൊട്ടൊന്നും ഇടിയിക്കാത്തത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവൈനോട്, ഇപ്പോൾ കറുത്ത പൊട്ടിടാൻ ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഡിവൈൻ്റെ ഫോണിൽ നിന്ന് ചാനലിൽ നിന്ന് കമൻസ് ടേൺ ഓഫ് ആയിരുന്നു. അപ്പോൾ 1-2 പേര് എൻ്റെ ഇതിൽ വന്നിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു പതിവുപടി. അപ്പോൾ ഇന്ന് ഞാൻ അരയണത്തിനെ കാണുന്നതിന് പകരം എൻ്റെ മോനെയാണ് കണ്ടത്, ചാക്കോച്ചനെയാണ് കണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ പ്ലാവിൻ്റെ അവിടുന്ന് നിറച്ചില വീണ്. ഇന്നലെ വൈകുന്നേരം പഠിച്ചിട്ടുണ്ടായിരുന്ന, പക്ഷേ രാവിലെ ആയപ്പോഴേക്കും നിറച്ചിലയായി. അങ്ങനെ രാവിലത്തെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തോമുട്ടൻ എണീറ്റ് വന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറയും തോമു എണീക്കുന്നതിന് മുമ്പ് കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഇന്ന് നൂലപ്പവും പിന്നെ ഇന്നലെ കണ്ടല്ലോ നിങ്ങൾ രാത്രി സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുമായിരുന്നു. അപ്പോൾ തോമു പോണ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇറങ്ങി വരിക. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേ കെയർ ആണല്ലോ, അപ്പോൾ ഫുൾ ടൈം കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ഡ്രസ്സ് ഇടിക്കേണ്ടെന്ന് പറയും. അപ്പോൾ അവൻ സാധാരണ ഇടുന്ന ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സെറ്റ് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവൻ്റെ ഡേ കെയറിലത്തെ യൂണിഫോമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ മേത്ത് മുഴുവൻ അഴുക്കാവില്ല, പാൻറ്റാണല്ലോ, അഴുക്കാവില്ല. അപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നു പോകണം. ഇവിടുത്തെ കുറച്ച് വഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അവന് നടന്നു പോകണം. അപ്പോൾ നടന്നു പോകണം എന്ന് പറഞ്ഞിട്ട് ഡിവൈനോട് ഓട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഡാഡി രാവിലെ പോയേക്കായിരുന്നു, ഡാഡി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഡാഡി കൊണ്ടുവന്നാക്കും. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി ഏറ്റെടുത്തു. ചാക്കോച്ചൻ്റെ അപ്പാപ്പൻ്റെ മടിയിൽ കിടന്ന് ആടി തുടങ്ങി. അപ്പോൾ അവന് മുകളിലാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ തൊട്ടിലുള്ള കാരണം അവിടെ കിടന്നോളും. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് രാവിലത്തെ തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, ഇത് നമ്മളുടെ മുമ്പ് കാണിച്ചിട്ടുള്ള ഡിസൈനുകളാണ്. നമ്മുടെ ഡയമണ്ട് ഫിനിഷുള്ള ഇതാണ്, കൊളുത്താണ് കേട്ടോ. ഇത് വളകൾ ഫുൾ കൊളുത്തുകളാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്നത് ഇങ്ങനെ ലോക്ക് തുറക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കുറേ കുട്ടികളൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസ് എടുക്കാനായിട്ട് ഞാനങ്ങനെ അധികം കിച്ചണിൽ നിൽക്കുകയോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളില്ലാത്ത കാരണം എനിക്ക് ഇപ്പം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പിടുത്തമില്ലാത്ത പോലെയാണ്. എന്നാൽ എന്തെങ്കിലും എന്താ പറയുക ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാലും ഞാനതൊന്ന് ഫ്രഷായി വന്നിട്ട് വേണ്ടേ നിങ്ങളുടെ മുന്നിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്കെന്ന് വെച്ചാൽ സെൽഫി എടുത്തിട്ട് പറയുമ്പോൾ എൻ്റെ ലുക്ക് ശരിയാവണില്ല. അപ്പോൾ ഇത് ചോറ് ഇന്നലത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞാൻ തിളപ്പിച്ചുറ്റാൻ നിന്നില്ല കേട്ടോ. കാരണം എന്തോ എനിക്ക് ഇപ്രാവശ്യം കൊണ്ടുവന്ന അരി എനിക്ക് വലിയ ഇഷ്ടമായില്ല, ഒരു മലര് പോലെ കെടുക്കുക വേവിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനെടുത്ത് പുറത്ത് വെച്ചത്. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട, കാരണം വെറുതെ ഈ പഴയത് ഇങ്ങനെ തിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മീൻ പുരട്ടി വെച്ചത് ഇന്നെടുത്ത് വറക്കാം, കൊഴുവ ഞാൻ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചില ദിവസം അങ്ങനെയാണ്, സൂത്രപ്പണിയാണ്. ആഴ്ചയിൽ ഒരു വെള്ളി ശനി ആകുമ്പോഴേക്കും നമ്മൾ പഴയ ഇതൊക്കെ അവസാനിപ്പിക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ദോശമാവ് അടിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നൂലപ്പം ദോശമാവ് മറന്നിട്ട് നൂലപ്പം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശമാവ് തൊടാണ്ട് അവിടെ വെച്ചു. ഇപ്പോൾ രാത്രിയായപ്പോൾ ഞാനത് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നാളെ രാവിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ ഡിവൈൻ മോനെയും കൊണ്ട് പോയി തിരിച്ച് വരുമ്പോഴേക്കും അത്യാവശ്യം കാര്യങ്ങൾ എല്ലാം ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ട്, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇന്നില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ ഞാൻ ചോറ് മാത്രം ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ് വെച്ച് നേരെ പുറത്തിറങ്ങി വാഷിംഗ് മെഷീനിൽ തുണികൾ തിരുമ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരയിടനോട് കൂടിയിട്ട് ഞാൻ ആ തുണികളെടുത്ത് ഞാൻ പറഞ്ഞില്ലേ തേക്കണ മേശയമ്മ അവിടെ മടക്കി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ അത് എവിടേക്കാണെന്ന് വെച്ചാൽ അതെടുത്ത് കൊണ്ടുവന്ന് ഒതുക്കി വെക്കുകയല്ലേ വേണ്ടു. അപ്പോൾ അങ്ങനെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യണ കാരണം
അപ്പുറത്തൊന്നും കൊണ്ട് ഇടേണ്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഡാഡിക്കും മുട്ട 2 or 3 കഴിക്കണം എന്നാണ്. 2 മസ്റ്റായിട്ട് കഴിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും മറക്കും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്ത് കാണിച്ചു, ചോറ് വേവിക്കണം അതിൻ്റെ കൂട്ടത്തിലിട്ടു. അപ്പോൾ നിങ്ങൾക്ക് കറിയോന്നറിയില്ല അങ്ങനെ ചെയ്യാനായിട്ട്. നമ്മൾ അരി തിളയ്ക്കുന്നതോട് കൂടിയിട്ട് മുട്ട നന്നായി കഴുകി റൂം ടെമ്പറേച്ചറിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ അരിയിലിട്ടിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ചിലർക്കത് തൃപ്തി ഉണ്ടാവില്ല, പക്ഷേ ഒരു കുഴപ്പമില്ല. നമ്മൾ കഴുകുമ്പോൾ നമുക്കറിയാലോ എന്തോരം വൃത്തിയായിട്ടുണ്ടെന്ന്. അങ്ങനെ അത് ഞാൻ 2 പുഴുങ്ങാട്ടു. അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ എണീറ്റിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ഇതുപോലെ എന്തോ പറഞ്ഞു, അബദ്ധം പറഞ്ഞിട്ട് കുട്ടികൾ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ചിലപ്പോൾ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിവൈൻ തിരിച്ച് വന്നു. അപ്പം തന്നെ വന്നു കേട്ടോ, വേഗം വന്ന് പിന്നെ ഒന്ന് പുറത്ത് ഒരു പരിപാടിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ തോമോന് ഡ്രസ്സ് എടുക്കാനായിട്ട്, ഡേ കെയറിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഡിവൈൻ വേഗം ഊണ് കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈൻ ഫസ്റ്റ് ഇരുന്ന് പോയതിന് ശേഷമാണ് ഡാഡി വന്നിട്ട് ഞങ്ങളിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പഴയ സംഭവങ്ങളൊക്കെ അവസാനിപ്പിച്ചു. നമ്മുടെ നെസ്റ്റോലത്തെ മറ്റേ കാലിക്കറ്റ് ചില്ലി എന്തോ സംഭവമാണ്. അങ്ങനെ ഉച്ച തൊട്ട് ഞാൻ ഒറ്റ ഇരിപ്പാട്ടോ. ഒരു 3 മണിക്ക് 2-3 മണിയായപ്പോഴേക്കും എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഞാൻ ഡൈനിങ് ടേബിളും വന്നിരുന്നതാ. ദേ വന്നു നമ്മുടെ തോമുട്ടൻ. ഒരു 4:30 ആയിട്ടിന്ന് തോമുനെ അപ്പാപ്പനെ കൊണ്ടുവന്ന 2 വീലർ മേട്ടാ. അത് ഡിവൈൻ നിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്, നല്ല രസമുണ്ടാവും. പോയി വന്നിട്ട് ഞാനും ഡിവൈനും മാറി മാറി വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ അവൻ സംസാരിച്ച് തുടങ്ങിയ കാരണം ഇങ്ങനെ ഓരോന്ന് തിരിച്ച് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡിമ്പിൾ വീഡിയോ കോൾ ചെയ്യും, പാച്ചുവിൻ്റെ വിശേഷങ്ങൾ മെസ്സേജ് ചെയ്യും. അങ്ങനെ എപ്പോഴും വിളിക്കുകയൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയും ഫ്രീ ആവണത് എപ്പോഴാണോ അപ്പം മോൾ ഇങ്ങോട്ട് വിളിക്കാനാണ് പറയുക. കാരണം നമ്മൾ വിളിക്കണ നേരത്ത് അവിടെ ആരുണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് വല്ല പരിപാടി പണിയിലാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാം, നിങ്ങളെപ്പോഴാണോ ഫ്രീ ആവുക അപ്പോൾ വിളിക്കാനാണ് പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഇരിപ്പ് അവിടെ ഇരുന്നു കേട്ടോ. ആ ഇരുന്ന് ഞാൻ പറയാം, കണ്ടമാനം സാധനങ്ങൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതുണ്ടായിരുന്നു, കുറേ പാക്ക് ചെയ്യാണ്ടായിരുന്നു. പിന്നെ അപ്പോൾ കുറേ ഫോട്ടോസ് ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ചു ലോക്കറ്റും അതനുസരിച്ച് കമ്മലുമാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് വന്നിട്ടുള്ള സംഭവങ്ങൾ. അതായത് കുഞ്ഞേ മാലയമ്മ ഒരു ലോക്കറ്റും അതിൻ്റെ മാച്ച് ചെയ്തിട്ടുള്ള കമ്മലും എന്നാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ശരിക്ക് 3 മണി തൊട്ട് 3-3:15 തൊട്ട് രാത്രി 8 മണി വരെ ഒറ്റ ഇരിപ്പിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത്ര അധികം നേരം ഇരിക്കുന്നത്. ഡാഡിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ സമോസ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഡോൺ വന്നപ്പോൾ മറ്റേ ബജ്ജിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് എണീറ്റ്, അപ്പോൾ തോമു കുളിപ്പിക്കാനും എടുക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ സമാധാനത്തിൽ ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാത്രിയിലേക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഞാൻ പറഞ്ഞു ചോറ് വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പുട്ടും ഇന്നലത്തെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ആയിരിക്കണ ചോറ് എനിക്കത് ഒരു തൃപ്തി ഉണ്ടായില്ല, തിളപ്പിച്ചൂറ്റിയാലും രസം ഉണ്ടാവില്ല എന്ന് തോന്നി. അപ്പോൾ ഞാനത് ഇവർക്ക് പഴയ കറികളും അത് ഉപ്പുമാവ് എല്ലാത്തിൻ്റെയും ബാക്കിയുണ്ടായിരുന്നു. തോമുവിൻ്റെ നൂഡിൽസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ അവർക്ക് ചോറ് കൊടുത്തു കേട്ടോ. രാത്രി ഇറച്ചി വേറെ കൊടുത്തു. ആ സമയത്ത് ഒരു 6 മണിയൊക്കെ ആവണ നേരത്ത് ചോറ് കൊടുത്തു. അപ്പോൾ മെയിൻ സംഭവം എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് നേരം നടക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ 8 മണിക്ക് എണീറ്റോട് കൂടിയിട്ട് കുറച്ച് നേരം മുറ്റത്ത് നടന്നു. പക്ഷെ നടന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, കാലിനൊരു കുഴച്ചിൽ പോലെ കുറേ നേരം ഇരുന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ വന്ന് കിടന്നപ്പോൾ ഡിവൈൻ പറഞ്ഞു, എന്നാൽ പിന്നെ മമ്മി സിനിമ കണ്ടോന്നുണ്ട്, കാതൽ സിനിമ കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് എങ്ങനെ പറയാമെന്നറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ അത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഡിവൈൻ ഞാൻ പറഞ്ഞില്ലേ ചെമ്മീനും പുട്ടുകറിയും കഴിച്ചു, പുട്ടും കൂടി കഴിച്ചു. ഡാഡിയും ഞങ്ങൾ 3 പേരും ചോറാണ് ഉണ്ടത്. ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, ബീട്രൂട്ട് ഉപ്പേരി എല്ലാതും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരൊക്കെ കയറ്റിയതിന് ശേഷം ഞാനും ഡാഡിയും കൂടി ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ടിരുന്നു. ഇതൊക്കെ ഇപ്പം കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ. ഇതല്ല, നേരത്തെ 2 വളരെ സിമ്പിളായിട്ടുള്ള നെക്ലസ്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് അങ്ങനത്തെ മാലകളായിരുന്നു. കൊച്ചു ലോക്കറ്റും നേരിയ ഒരു ചെയിനായിട്ട്, അന്നൊക്കെ തോരടമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡിവൈനോട് പറയായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കാലത്തത്തെ, ഒരു കുടുക്കിയും ഒരു താലിമാല അങ്ങനെയായിരുന്നു. പിന്നെ ഇടയിലൊരു മാല വന്നു. പിന്നെ
മാലകളുടെ എണ്ണം കൂടി. പക്ഷെ നമ്മളുടെ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റുകൾ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡാണിത്. കുഞ്ഞ് ലോക്കറ്റും കമ്മലും ഒരേ പോലെ ഇടാന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ എനിക്കത് ഫോട്ടോസ് എടുക്കണമല്ലോ, എന്നാലല്ലേ ഇവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അകത്ത് ബോക്സിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ചില കുട്ടികളെ എനിക്ക് സങ്കടം വരും, വെറുതെ ആവശ്യമില്ലാണ്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ച്. നമ്മളത് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ഞാൻ പോയിട്ട് ബോക്സ് തുറന്ന് നോക്കണം, കാരണം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഡാഡി ഇല്ലാത്ത സമയത്ത് ചോദിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് അവസാനം ഉണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ഇതല്ല ആൻറ്റി മറ്റേതാന്ന് പറയും. അപ്പോൾ ചിലത് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കും. കാരണം എന്താ കാര്യം വെച്ചിട്ട് ഇത് മൈലാഞ്ചി പുതിയത് കൊണ്ടുവന്നതാട്ടോ, നല്ല ഭംഗിയുണ്ട്, ഫുൾ സ്റ്റോൺസാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു കുട്ടി ഇതുപോലെ കൊണ്ടുപോയിട്ട് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, കറക്റ്റ് ഗോൾഡ് പോലെയുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് മാത്രമല്ല, ഇന്ന് 1-2 കുട്ടികൾ കൊന്തയൊക്കെ കിട്ടിയിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വളരെ അപൂർവം പേര് മാത്രമേ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളൂ, 1-2 പേര്. അത് ഞാൻ പറയും അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറയും. പിന്നെ ആർക്കും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റാം, നമുക്ക് മനുഷ്യന്മാരാണ്, പിന്നെ യന്ത്രങ്ങളാണ്, എന്തും അബദ്ധം എപ്പോഴും പറ്റാമല്ലോ. അപ്പോൾ അങ്ങനെ പറ്റുന്ന പിഴവുകൾ അപ്പം ഞാൻ തിരുത്തി കൊടുക്കാറുണ്ട് കേട്ടോ. ഒരാളോടും ഞാൻ എന്താ പറയുക പറ്റില്ല എന്ന് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്താണോ അത് ശരി തെറ്റായിട്ട് നമ്മുടെ വശത്തുനിന്ന് വന്നതെന്ന് വെച്ചാൽ അപ്പം തന്നെ ഞാനത് ക്ലിയറാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് സെറ്റുകൾ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെന്ന് വെച്ചാൽ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചോളൂ കേട്ടോ. അല്ലാണ്ട് ഈ വീഡിയോയിലത്തെ ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആൻറ്റിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ തെറ്റി വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, മറ്റേ സൂചി നൂലിൻ്റെ കളക്ഷൻസിലത്തെ വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് സെറ്റുകൾ. നിങ്ങളിത് കാണുമ്പോഴേക്കും ഞാനൊരു വിശേഷം പറയാം. നമ്മളുടെ മീറ്റപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ താൽക്കാലികമായിട്ട് നമുക്കത് ഇപ്പോൾ വേണ്ടാന്ന് വെക്കാം. കാരണം ഞാൻ ആലോചിച്ചപ്പോൾ എങ്ങനെ വന്നാലും അതൊരു ആഘോഷമാണ്, എല്ലാവരും വന്നു ചേരണ ഒരു ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാലായ്മ കഴിഞ്ഞിട്ടില്ല, ശരിക്കും 1 കൊല്ലം എന്നാണ് പറയുക. പിന്നെ ഇവരുടെ കല്യാണം ഈ വാലായ്മ കാരണം ഒന്ന് നീട്ടിവെച്ച അവസരത്തിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് മീറ്റപ്പും കാര്യങ്ങളും വെക്കുമ്പോൾ അത് ഇത്രയും നാൾ ഞാൻ കൊണ്ടുവന്ന ആ നമ്മളുടെ തൃശ്ശൂർ ആചാരമുണ്ട്, അതിന് വിപരീതമാവും. അപ്പോൾ ഞാനത് സത്യത്തിൽ ഓർക്കാണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് നമുക്ക് മീറ്റപ്പ് വയ്ക്കണം. അത് അപ്പോഴത്തെ സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെയാവും. അപ്പോൾ അതുകൊണ്ട് കാരണം ക്രിസ്മസിന് പോലും ഞാനൊരു സ്റ്റാർ ഇട്ടില്ല, കാരണം വേണ്ട, അങ്ങനെ വാലായ്മ പോലെ തന്നെ ആവട്ടെ വെച്ചിട്ട് ഇപ്പോഴും ഞാൻ ഇളം കളർ ഡ്രസ്സുകളാണ് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക, അങ്ങനെയാണ്. പിന്നെ ചുരിദാറും ടോപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് പല കളറാവും, എന്നാലും ഞാൻ നോക്കാറുണ്ട് കേട്ടോ വെള്ള കൂടുതൽ വരണത്. ഇപ്പോൾ ചുവപ്പാണെങ്കിൽ ചുവപ്പിൻ്റെ മുകളിൽ വെള്ളവും കൂടുതലുണ്ടാവും, അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മളുടെ ഒരു ചെറിയൊരു വിശ്വാസവും ഒരു അനുഷ്ഠാനം എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൂട്ടോടെ അതാവുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് ആയം പോലെ പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാം. പിന്നെ അറിയാലോ, മറ്റേ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ തോമുവിൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലും ഞങ്ങൾ ഒന്നും ആഘോഷിക്കില്ല, ഡിംപിൾ വരുന്നില്ല. ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുനമ്പത്തേക്ക് പോയില്ലോ, പനക്കല്ലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ പനക്കല് പറയണേ, മുനമ്പം പറഞ്ഞൂടെ എന്ന്. ഏറ്റവും അന്തസ്സ് തറവാട്ട് പേര് പറയാന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും പറയുക ഇന്നടത്തേക്ക് പോയി, സ്ഥലപ്പേര് പറയണേക്കാളും നല്ലത് തറവാട്ടിലേക്ക് പോയി എന്ന് പറയാനാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ പനക്കലിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോയി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അത് ആ കുട്ടിയുടെ വിവരമില്ലായ്മ അത്രയേ ഉള്ളൂ. ആ കുട്ടി എല്ലാത്തിനും അങ്ങനെ പറയുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് ഭംഗിയായിട്ട് അവസാനിക്കുകയാണ്. എൻ്റെ വിചാരം ഇന്ന് വീഡിയോയിൽ ഒന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ ഫോട്ടോസും കാര്യങ്ങളും വന്നപ്പോൾ ശരിക്കും ആ ടൈം ഫില്ലായിട്ടോ. പിന്നെ ഇന്നത്തെ കഴിഞ്ഞു. ഇനി നാളെ ജാനുവരി 20 എൻ്റെ രണ്ടാമത്തെ ചേച്ചി, നിങ്ങളെല്ലാം അറിയുന്ന അക്കിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അക്കിയുടെയും പോൾസേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വിഷ് എൻ്റെ വക തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഫാമിലിയുടെയും കൂടി ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ യൂട്യൂബ് ചാനൽ ഫാമിലിയുടെ
ഫുൾ ആശംസകൾ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ചേച്ചിക്കും ചേട്ടനും അറിയിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ഒരേ ഒരു പുത്രൻ ഡയോണും ഏഞ്ചലും ബെന്നുട്ടനും. ഇതാണ് അവരുടെ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.